അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ഓർ യു ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ നമ്മളൊന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോണൊരു റീൽ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യണേ. മിസ്റ്റേക്കുകളൊക്കെ കാണും, അതൊക്കെ ക്ഷമിച്ചു തരണം ഗായ്സ്. അപ്പോൾ ഇതെന്താ മയിലുണ്ട്, കടുവയുണ്ട്, പക്ഷെ കാട്ടിലെ രാജാവ് ആരാന്നറിയോ? കാട്ടിൻ്റെ മയിലും ഇതും അല്ലാണ്ട് പിന്നെ നീ പോയിരിക്കുവോ കാട്ടിൽ? ആ ആ ക്രിസ്ത്യാനോ റൊണാൾഡോ. കാട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാ? കാട്ടിലാണോ നീ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കണ്ടിട്ടുള്ളേ? നീയല്ല, AJP അലിഞ്ചസ് പരേര. അങ്ങനെയാണ് നീ. എടാ പോടാ, നീ ഒന്നും ഇവിടെ നമുക്ക് പറ്റില്ല. അലിഞ്ചസ് പരേര കാട്ടിലാണോ റൊണാൾഡോനെ കണ്ടിട്ടുള്ളേ? പുള്ളി എപ്പോഴാണോ കാട്ടിൽ പോയിട്ടുള്ളത്? കാട്ടിലെ ആനയുണ്ട്. കാട്ടിൽ പിന്നെ കാട്ടില് റൊണാൾഡോ ഉണ്ട്. റൊണാൾഡോന്റെ ആരൊക്കെ ഉണ്ട് എൻ്റെ ദൈവമേ. പിന്നെ ഇത് കൊട പിടിച്ച് ഏജിപ്പരുത്. പിന്നെ ഡാൻസ് കളിക്കണാണ് അത്. മനസ്സിലാവണ്ടല്ലോ കണ്ടിട്ട്. എന്ത് തേങ്ങ കാണിക്കണത്? ടാങ്ങ എന്തൊരു തേങ്ങ ഇത് കാണിക്കണേ? കൊട പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തിരിക്കുന്നുണ്ട്, അല്ലാണ്ട് എന്ത് തേങ്ങ കാണിക്കണത്? ഇതന്നെ ഇത് വിറ പിടിച്ചതാ? അല്ല പിന്നെ മഴയില്ലാത്ത സമയത്താണോ ബ്രോ പോയി കൊട പിടിച്ച് ഡാൻസ് കളിക്കണേ? എന്നൊക്കെ ജീവികളാണ് നോക്കണ എന്തൊരളിയാ ഇതിൻ്റെത്. ബൈക്കിന്റെ കിക്കർ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നോ? വണ്ടി സ്റ്റാർട്ട് ആക്കാനിട്ട് എന്റെ അളിയാ. എന്റെ പൊന്നെ, എന്റെ അമ്മേ, പാട്ട് പൊന്നെ ദൈവമേ, ഇതെന്തൊക്കെ കണ്ടാലാന്ന് നോക്കണേ. ഇത് എന്ത് തേങ്ങ ഇക്കാരണം കാണിക്കണത്? എന്റെ അളിയ, എന്തൊരു കിടന്ന് കാട്ടണിത്? കാട്ടിലെ തേങ്ങ. അടുത്ത റീലേക്ക് കിടക്കാം നമുക്ക്. നോക്കാരാ എന്റെ പൊന്നടാ, ഇത് എന്നാ തേങ്ങ ഇത്? എന്റെ പൊന്നെ, ഇത് കണ്ട് കണ്ട് മനുഷ്യൻ മടുത്തു. ഇത് എത്രാമത്തെ തവണ ഇപ്പൊ ഇരുന്ന് കാണുന്നറിയോ? 10ന് മേളിൽ ഈ സാധനം എടുത്താണ്ടു. എന്റെ അളിയോ. എനിക്ക് ഒന്നാഴ്ച എന്റെ ഉമ്മ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞ എന്റെ അനിയത്തിയോ ഓള് കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോവാനാവില്ല. അനിയത്തി ചെളി കുളിച്ചിട്ടാണോ കോളേജിൽ പോണേ? വൃത്തിയായിട്ട് പോകാൻ പറ്റാതിരിക്കാൻ വേണ്ടിട്ട്? അല്ല പിന്നെ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിട്ടോ പറഞ്ഞത് ഞാൻ കറിയാൻ എന്ത് എനിക്ക് ഇതിനു വേണ്ടി പറയുന്ന എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നല്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ അവിടുത്തെ മനസ്സ് കലങ്ങണ്. ഇത് എന്ത് തേങ്ങ പറയാനിത്? ആകെ മോങ്ങുമ്പോ ചുമ്മാ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എന്റെ അടുത്തുള്ള ഇത് ഐഫോൺ ഉണ്ടായിട്ടാണ്ടാ. ഐഫോൺ ആകെ ഉള്ളേന്ന്. എനിക്കിവിടെ ആകെ റെഡ്മി ഉള്ളൂ.
അന്നേരം അവൻ്റെ ഐഫോൺ അല്ല പിന്നെ എന്ത് തേങ്ങ ഐഫോൺ ഇതിനു വേണ്ടിയിട്ടടക്കാണ് ആ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു സാറേ എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകും എന്ത് തേങ്ങ പറഞ്ഞത്. ഇതിനാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഞാനിത് ആരുടെ ഭാഗത്താണ് ഈ തെറ്റുള്ളത്? തൊപ്പിയുടെ ഭാഗത്താണോ അത് ഇവരുടെ ഭാഗത്താണോ? ആരുടെ ഭാഗത്താ? ഇവരുടെ കുറെ വീഡിയോയും കണ്ടു. തൊപ്പിയുടെ മനസ്സിലാവുള്ള ആരാ തെറ്റുകാരെന്ന്. ഇതാണ് എനിക്ക് കുറച്ച് പാവമായിട്ടാണ് ഷെമീറിനെ. തൊപ്പി ഷെമീറിൻ്റെ സാധനം എടുത്തിട്ട് എന്നാത്തിന് ചുമ്മാ ഒരുമാതിരി ഉളുപ്പില്ലായ്മ. ഇത് കിട്ടിയത് ഇവർക്ക് 800 രൂപ കിട്ടിയത് എനിക്ക് 1000 രൂപയാണ് ഇത് കിട്ടിയത്. എന്താണ് തെറ്റ്? ഇങ്ങനെ നടന്ന് കരയണം എന്തിനാടേ? ആദ്യമാണ് മാസം തിന്നിട്ട് എന്താണ് പറഞ്ഞത്? ജാസിക്ക് പ്രൊമോഷൻ ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എനിക്ക് ഒന്നാഴ്ച എന്റെ ഉമ്മ രാത്രി 3 മണിക്ക് വിളിച്ചു. എടാ നമ്മുടെ ഇവൻ ഫോൺ സൈറ്റ് നോക്കിട്ടാ പണം പെടുന്നത്. നീ അവിടെ വന്ന് കണ്ടത് തേങ്ങ. ഫോട്ടോ എടുക്കാൻ നോക്കിയ ആൾക്കാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് നോക്കിട്ടാ പണം പെടല്. ഇല്ലേ വീട്ടില് ഫോട്ടോ എടുക്കാൻ ഗ്യാങ് ഹൗസ് ഫോട്ടോ എടുക്കാൻ വന്ന് പോയ ആൾക്കാർ പോകുന്ന സമയത്ത് അവിടെ സ്റ്റോർ റൂം ഉണ്ട്. ഷെമീറിന്റെ അവസ്ഥ നോക്കടാ ഈ തേങ്ങ. ഫോൺ സെറ്റ് രണ്ട് ഫോട്ടോകള് ഷോറൂമിന്റെ അടുത്ത് ജെല്ല് കൊടുത്തിട്ട് ആടുന്ന നീ വാണം വീട്ടില്. ഇവൻ ഫോൺ സൈറ്റ് നോക്കിയിട്ട് വാണം വീട്ടിൽ. അവിടെ ആണുങ്ങൾ വിടും, അണ്ടിയൊക്കെ ഉള്ളവർ വിടും. ഓക്കെ, അതിന് സീനൊന്നുമില്ല. ഞാൻ ബാത്റൂമിൽ ഇവിടെ ഉള്ളു. പിന്നെ അത് ഇവിടെ വന്ന് പറയാനുള്ള തൊലിക്കട്ടിയാണ് ഇവന്മാരുടെ. എന്തിന്റെ തൊലിയാണ് ഇവന്മാരുടെ? കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് ഇവന്മാർക്ക്. തൊലിക്കട്ടി ഇന്നേ വരെ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വാണും വിട്ടിട്ടില്ല, കള്ളും കുടിച്ചിട്ടില്ല, സിഗരറ്റും വലിച്ച. തെളിയിക്കാൻ പറ്റിയ പാടാ. എന്റെ ഐഫോണും തരാം, വീടിന്റെ ആധാരം വെച്ചിട്ട് 3 ലക്ഷം രൂപ. എന്നാ പറയാൻ ഇതിനൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. പോയി ഗൊഗ്ഗൊക്കെ ആക്കടാ. ഞാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ടും എടാ നമ്മുടെ ഇവൻ ഫോൺ സൈറ്റ് നോക്കിട്ടാ പണം പെടുന്നത്. അപ്പോ ഗായ്സ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് അല്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഇതാണ് ഞാൻ പേടിയല്ല, ഒരുമാതിരി പേടിയല്ല, എന്തോ ഒരു ഇത് പറയുമല്ലോ, ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ പകുതി സമയത്തും ക്യാമറ നോക്കാതെ ഞാൻ എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീനിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേ. എനിക്ക് ക്യാമറ നോക്കാൻ മടിയായിരുന്നാണ് ഞാൻ ക്യാമറയിൽ അധികം നോക്കാത്തത്. പക്ഷേ അടുത്ത ഇടയിൽ നമ്മളെ സെറ്റാക്കും എങ്ങനെയൊക്കെ, കുറച്ചും കൂടി ഊർജ്ജമായിട്ട് നമ്മൾ വരാൻ നോക്കും. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ അപ്പോൾ ഗൈസ് ഹോപ്പ് യു നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ് ബൈ.